എറണാകുളം കോതമംഗലത്ത് കിണറ്റിൽ വീണ കാട്ടാനയെ രക്ഷിക്കാനുള്ള ശ്രമം തുടരുകയാണ്. പുലർച്ചെ 2 മണിയോടെയാണ് ആന കിണറ്റിൽ വീണത്. കാട്ടാനയെ മയക്കുവെടിവെച്ച് പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കിണറിന്റെ വശങ്ങൾ കുത്തിയിടിച്ച് ആന രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. അലി അക്ബർ ഷാ ചേരുന്നു. അലി, ഇതാ തത്സമയ ദൃശ്യങ്ങളാണോ? യെസ്, അലി പറഞ്ഞോളൂ, എന്താണ് പുതിയ കാര്യങ്ങൾ? എങ്ങനെയാണ് രക്ഷിക്കാൻ ശ്രമിക്കുന്നത്? തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. നികേഷ്, ഇപ്പോൾ നമ്മൾ കാണുന്നത് തത്സമയ ദൃശ്യങ്ങളാണ്. ഇന്നലെ രാത്രി 12 മണിയോടുകൂടിയാണ് ഈ കിണറ്റിൽ ഈ കാട്ടാന വീഴുന്നത്. ഏകദേശം 10 മണിക്കൂർ പിന്നിടുന്നു ഈ കാട്ടാന വീണിട്ട്. ഇപ്പോൾ നിലവിൽ രക്ഷാപ്രവർത്തനം ഇതുവരെയും എവിടെയും എത്തിയിട്ടില്ല. നിലവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ പോലീസും സ്ഥലത്തുണ്ട്. ഇപ്പോൾ പഞ്ചായത്ത് അധികൃതരുമായി ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൃശ്യങ്ങളിൽ കാണാം, ഈ കിണറിന്റെ ഒരു വശം തകർന്നിട്ടുണ്ട്. ഇത് ആന രക്ഷപ്പെടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഇടിച്ച് തകർത്തതാണ്. ഈ മതിലിടിച്ച് തകർക്കുന്നതിന്റെ ഭാഗമായി ആനയുടെ തലയിലടക്കം മുറിവേറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ആനയെ കരക്കെത്തിച്ച് കഴിയുമ്പോൾ അക്രമാസക്തമാകാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ജനവാസ മേഖലയാണ്. ഈ പറയുന്നത് പോലെ ഒരു സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിലാണ് ഈ ആന വീണിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ വലിയ രീതിയിൽ പരിഭ്രാന്തിയിലാണ്, വലിയ രീതിയിൽ പ്രതിഷേധത്തിലാണ്. ഏകദേശം 20-ലധികം കുടുംബങ്ങൾ കുടിവെള്ളം എടുക്കുന്ന ഒരു കിണർ കൂടിയാണിത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും കുടിവെള്ള പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ നിരന്തരമായി ഇത്തരത്തിൽ ഈ കാട്ടാനയുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനാൽ തന്നെ ജനങ്ങൾ വലിയ രീതിയിൽ പ്രതിഷേധത്തിലുമാണ്. ഇപ്പോൾ നിലവിൽ ഈ കാട്ടാനയെ എങ്ങനെ പുറത്തെത്തിക്കുമെന്നുള്ളത് വലിയൊരു പ്രതിസന്ധിയായി തുടരുകയാണ്. കാരണം ഇതിനെ പുറത്തെത്തിച്ചാൽ പോലും വനമേഖലയിലേക്ക് ഏകദേശം 3 കിലോമീറ്റർ ദൂരമുണ്ട്. അതിനിടയിലെല്ലാം തന്നെ ജനവാസ മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഈ 3 കിലോമീറ്റർ ദൂരം താണ്ടി എങ്ങനെ ആനയെ വനത്തിലേക്ക് എത്തിക്കും എന്നുള്ളതൊരു വലിയ പ്രതിസന്ധിയാണ്. ഈ 3 കിലോമീറ്ററിനിടയിൽ എവിടെയെങ്കിലും ആന അക്രമാസക്തമായാൽ അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി സൃഷ്ടിക്കും. വീടുകളും ഒക്കെ ആക്രമിക്കപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. ചേട്ടാ, ഇപ്പോൾ എന്താണ് നിങ്ങളുടെ ആവശ്യം ഇതിൽ? ഞങ്ങളുടെ ആവശ്യം എന്താ വെച്ചാൽ ഈ സാധനത്തിനെ മയക്കുവെടി വെച്ച് വേറെ സ്ഥലത്തേക്ക് കൊണ്ടു വിടണം. ഇനി മനുഷ്യനെ ഉപദ്രവിക്കരുത്. അതല്ലേ നമ്മുടെ ആവശ്യം. മനുഷ്യന്റെ ജീവനൊരു കരിയിലയുടെ വിലയുണ്ടോ? മനുഷ്യന്റെ ജീവനൊരു വിലയുണ്ടോ? കാണിച്ചു തരാമോ നിങ്ങൾ? ഒരു എലിയെ കൊല്ലാൻ പാടില്ല, പട്ടീനെ കൊല്ലാൻ പാടില്ല, പൂച്ചനെ കൊല്ലാൻ പാടില്ല, അല്ല മനുഷ്യനെ ആരാധന കൊല്ലാം. ഈ ആന ഇവിടെ മുമ്പ് ഇറങ്ങിയിട്ടുള്ള ആന ഇവിടുത്തെ ശല്യക്കാരൻ. സ്ഥിരമായിട്ട് ആൾക്കാർ വണ്ടി മോട്ടോർ സൈക്കിള് കണ്ടു കഴിഞ്ഞാൽ മോട്ടോർ സൈക്കിളിന്റെ പുറകെ ഓടിയെത്തുക, ആൾക്കാരെ ഉപദ്രവിക്കുക. പല ആൾക്കാരെ ഇവിടെ തുമ്പിക്കൈക്ക് അടി വീഴ്ചിട്ടുണ്ട്. ഇപ്പോഴും ഒരു നടപടികളൊന്നും ആരംഭിച്ചിട്ടില്ല രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട്. നിങ്ങളുടെ ആവശ്യം എന്താണ്? ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ സാധനത്തിനെ ഈ നാട്ടിൽ നിന്ന് കടത്തി കളയണം, അത്രേ ഉള്ളൂ. അത് തന്നെയാണ് അവിടെ ആവശ്യം. മയക്കുവെടി വയ്ക്കുക. ഈ സാധനത്തിന് വേറെ ഫോറസ്റ്റിൽ എവിടെയും വേറെ ദൂരെ കൊണ്ട് കളയട്ടെന്നേ. ഞങ്ങൾ ഇതിനെ കൊല്ലാനും പറയണല്ല, തിന്നാനും പറയണല്ല. എന്താ ചെയ്യണ്ടേ? ഈ മനുഷ്യന്റെ ജീവന് വിലയുണ്ടോ? സുഹൃത്തെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ മനുഷ്യൻ ചത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും വിലയുണ്ടോ? ഈ ആന ഇപ്പോൾ 2 ആളെ കൊന്നു, എന്തെങ്കിലും എന്താ ചെയ്യണം നിങ്ങൾ? 10 ലക്ഷം രൂപ കിട്ടിയിട്ടെന്ത് കാര്യം? 10 ലക്ഷം രൂപ കിട്ടിയിട്ടെന്ത് കാര്യം? അതല്ല പറയണ്ടേ. ആവശ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വന്യമൃഗങ്ങളെ സംരക്ഷിക്കാനുള്ളൊരു ഇത് ചെയ്യുക. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഈ വനത്തിന്റെ അതിർത്തി വിട്ട് ഈ സാധനം നാട്ടിലേക്ക് ചാർജ് കൊടുത്തിട്ട് ഇവിടെ ആ സ്കൂളിനോട് ചേർന്ന് ഫെൻസിങ് ഇട്ടിട്ട് ചാർജ് കൊടുത്തിട്ട് ഇന്ന് 3-ാമത്തെ ദിവസമാണ്. അത് 2-ാമത്തെ ദിവസം തന്നെ സാധനം പൊളിച്ചിട്ടാണ് ഈ ആന കടന്നു വന്നാണ്. ഇവിടുന്ന് എത്ര കിലോമീറ്റർ ദൂരം ഉണ്ടാവും വനത്തിലേക്ക് എത്തിക്കണമെങ്കിൽ? വനത്തിലേക്ക് എത്തിക്കണമെങ്കിൽ 3 കിലോമീറ്റർ വരും. ഇപ്പൊ ഇവിടുന്ന് ഈ ആനയെ കിണറ്റിൽ നിന്ന് കയറ്റിയാലും വനത്തിലേക്ക് എത്തിക്കുന്ന ഭാഗമൊക്കെ ജനവാസ മേഖലയാണ്. അതെ അതെ. വണ്ടി വരാനാ? അതാണ് ഈ കിണറ്റിൽ നിന്ന് ഇപ്പൊ ഇതിനെ കയറ്റി കഴിഞ്ഞാൽ ഇപ്പം മയക്കുവെടി വെക്കുക എന്നുള്ളതാണല്ലോ നിങ്ങളുടെ ആവശ്യം. അങ്ങനെ വെച്ചാലും ഇതിനെ എങ്ങനെയും കയറ്റിയിട്ട് വേറെ സ്ഥലത്ത് കൊണ്ട് വേറെ വനത്തിലേക്ക് കൊണ്ട് കളയാം. മയക്കുവെടി വെച്ച് കഴിഞ്ഞാൽ ഇതിനെ കൊണ്ടുപോകാനുള്ള ഒരു സൗകര്യം ഇവിടെ ഉണ്ടോ ഇപ്പൊ നിലവിൽ? ഇവിടെ ഈ റോഡ് വേറെ വഴിയുണ്ടോ? 300 മീറ്റർ അകലമാണ് റോഡുള്ളത്. 300 മീറ്റർ അകലം എങ്ങനെയെങ്കിലും കൊണ്ടുപോയി വണ്ടി കയറ്റുക. ഇപ്പൊ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും നടപടികൾ ഇറങ്ങിപ്പോയില്ല. ഇറങ്ങിപ്പോയിട്ട് അവരെന്താ തീരുമാനിച്ചതെന്ന് അറിയില്ല. മറ്റേ ആൾക്കാരൊക്കെ വന്നിട്ടല്ലോ. നികേഷ്, ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ നാട്ടുകാരെ ഒരു വശത്തേക്ക് മാറ്റി നിർത്തിയിരിക്കുകയാണ് ഉദ്യോഗസ്ഥർ. കാരണം ഈ കാട്ടാനയെ കിണറ്റിൽ നിന്ന് കയറ്റിയാലും വലിയ രീതിയിലുള്ള പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. ഇതിനെ എങ്ങനെ വനമേഖലയിലേക്ക് എത്തിക്കുമെന്നുള്ള വലിയ പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. നാട്ടുകാരുടെ ആവശ്യം എന്ന് പറയുന്നത് ഇതിനെ മയക്കുവെടി വെച്ച് പിടിക്കണം. കാരണം നേരത്തെ തന്നെ ഇത് അക്രമ സാഹചര്യം ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള കാട്ടാനയാണ്. ബൈക്കുകൾക്ക് പുറകെ ഓടുകയും അത്തരത്തിൽ ഇരുചക്ര വാഹനത്തിൽ പോയിക്കൊണ്ടിരുന്നവർ അപകടത്തിൽപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് ഇവിടെ നിന്നും കിണറ്റിൽ നിന്നും കയറ്റി വിടുക എന്നതിനപ്പുറത്തേക്ക് മയക്കുവെടി വെച്ച് പിടികൂടുക, ഈ പ്രദേശത്തു നിന്നും ഈ കാട്ടാനയെ കൊണ്ടുപോകണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. നിലവിലിപ്പോൾ ഈ കിണർ വറ്റിക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കിണർ വറ്റിച്ച് ബാക്കി രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കാനുള്ള ശ്രമമാണ് നിലവിൽ നടക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, കാട്ടാന വീണ്ടും ആ മതിലിന്റെ ഭാഗം തകർക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഈ നേരത്തെ തന്നെ ഇന്നലെ 12 മണിയോടുകൂടി ഈ കിണറ്റിൽ വീണ ആനയാണ് 10 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. അതിനിടെ ഈ പല ആവർത്തി സ്വയമേവ രക്ഷപ്പെടാനുള്ള ശ്രമം കാട്ടാന നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ആ കിണറിന്റെ വശം ഇടിഞ്ഞിരിക്കുന്നത്. ആ ഇടിക്കുന്നതിനിടയിൽ തലയും തുമ്പിക്കൈയും ഉപയോഗിച്ച്
പ്രത്യേകിച്ച് ഈ മതിലിടിക്കുന്നതിനിടയിൽ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും ആനയ്ക്ക് പരുക്കേറ്റിട്ടുണ്ട്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ അത് കരയിലേക്ക് എത്തിയാൽ ഇത്രയും വലിയൊരു ആൾക്കൂട്ടവും ഉള്ളതുകൊണ്ട് തന്നെ അക്രമാസക്തമാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഏത് നിലയിലുള്ള നടപടിയാകും വനം വകുപ്പ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് എന്തായാലും അറിയേണ്ടതുണ്ട്. മയക്കുവെടി വെച്ച് പിടികൂടുമോ, അത്തരത്തിലൊരു നടപടിയിലേക്ക് കടക്കുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. എന്തായാലും ഈ രക്ഷപ്പെടാനുള്ള ശ്രമം കാട്ടാന തുടരുകയാണ്. ദൃശ്യങ്ങളിൽ കാണാം, ഏകദേശം 10 മണിക്കൂറോളമായി ഈ ശ്രമം തുടരുകയാണ്. അതിൻ്റെ ഭാഗമായി അവശത കൂടി ആനയ്ക്കുണ്ട്, അതിൻ്റെതായ അവശതയും ആനയ്ക്കുണ്ട് ഇപ്പോൾ. എന്നാലും ഈ മതിലിടിക്കാനുള്ള ശ്രമം തുടരുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, തുമ്പിക്കൈ ഉപയോഗിച്ച് മതിലിൻ്റെ വശം ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. കിണറിൻ്റെ ഒരു ഭാഗം ഏകദേശം തകർന്നിട്ടുണ്ട്. എന്നാലും അത് തകർത്ത് മുകളിലേക്ക് കയറാനുള്ള ഒരു സാഹചര്യം ഇല്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഈ വനം വകുപ്പിൻ്റെ ഭാഗത്തുനിന്നും ഏത് നിലയിലുള്ള നടപടിയാകും ഇനി ഉണ്ടാവുക എന്നത് കണ്ടറിയണം. കാരണം ഇവിടെ നിന്നും 3 കിലോമീറ്റർ അപ്പുറത്താണ് വനമേഖലയുള്ളത്. ഈ ജനവാസ മേഖല താണ്ടി വനമേഖലയിലേക്ക് ആനയെ എത്തിക്കാൻ സാധിക്കുമോ എന്നുള്ളത് ഒരു വലിയ പ്രതിസന്ധിയായി നിലനിൽക്കുന്നു. ഈ മയക്കുവെടി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ നടപടിക്രമങ്ങൾ ഏത് നിലയിലാകുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്. ഇപ്പോൾ നിലവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും അതുപോലെ തന്നെ പഞ്ചായത്ത് അധികൃതരും ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിഷേധത്തിന്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് നേരത്തെ തന്നെ അക്രമ സാഹചര്യം ഇവിടെ ഉണ്ടാക്കിയ ഒരു കാട്ടാനയാണ്. അതുപോലെ തന്നെ 20-ലധികം കുടുംബങ്ങൾ കുടിവെള്ളം ഉൾപ്പെടെ ഉപയോഗിക്കുന്ന കിണറാണ് ഇപ്പോൾ ഈ അവസ്ഥയിലായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കിണർ പഴയ അവസ്ഥയിലാക്കുക, കുടിവെള്ളം ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക, നഷ്ടപരിഹാരം നൽകുക എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങളും ജനങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. മയക്കുവെടി വെച്ച് ഈ ആനയെ ഇവിടെ നിന്നും മാറ്റുക എന്നതിനപ്പുറത്തേക്ക് അതിൽ കുറഞ്ഞ ഒരു പരിഹാരവും ഇതിനില്ല, അതിന് തയ്യാറല്ല എന്ന നിലയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് ജനങ്ങൾ പോകുന്നത്. നികേഷ്, ലീഗ് ഭാഷ, ഇതിനകത്ത് പ്രധാനപ്പെട്ട പ്രശ്നം ആ ആന ഇപ്പോൾ തന്നെ അത് വളരെ പ്രകോപിതമായി നിൽക്കുകയാണ്. അത് രക്ഷപ്പെടാനുള്ള എല്ലാ ശ്രമവും നടത്തുകയാണ്, അതിന് സാധിക്കുന്നില്ല. സ്വാഭാവികമായിട്ടും മുന്നിൽ കാണുന്ന എന്തിനേയും ഉപദ്രവിക്കാനുള്ള സാധ്യത കൂടിയുണ്ട് ഇതിനെ പുറത്തേക്ക് എത്തിച്ചാൽ. നേരത്തെ അലി അക്ബർ ഷാ നാട്ടുകാരോട് സംസാരിക്കുമ്പോൾ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ 3 കിലോമീറ്റർ അപ്പുറത്താണ് കാടെങ്കിൽ അതിലേക്ക് അതിനെ എത്തിക്കുക എന്ന് പറയുന്നത് വലിയ ദുഷ്കരമായ ദൗത്യമായിരിക്കും. എങ്ങനെയാണ് വനം വകുപ്പ് ആ വിഷയത്തെ കാണുന്നത്? വനം വകുപ്പ് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും തീരുമാനം എടുത്തു കഴിഞ്ഞോ? നികേഷ്, ഈ ഘട്ടത്തിൽ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഔദ്യോഗികമായ ഒരു വിവരം ലഭിച്ചിട്ടില്ല. കാരണം നിലവിൽ ചർച്ച തുടരുകയാണ്. ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിലാണ് ഈ ആന വീണിരിക്കുന്നത്. ഈ പ്രദേശവും ജനവാസ മേഖലയാണ്. അതുപോലെ ഇവിടെ നിന്ന് 3 കിലോമീറ്റർ അപ്പുറമാണ് ഈ പറയുന്ന കൊട്ടപ്പടി വനമേഖലയുള്ളത്. വനമേഖലയിലേക്ക് ഈ കിണറിൽ നിന്നും കയറ്റി വനമേഖലയിലേക്ക് എത്തിക്കാമെന്ന് കരുതിയാൽ തന്നെ ഈ 3 കിലോമീറ്റർ താണ്ടേണ്ടതുണ്ട്. ആ 3 കിലോമീറ്റർ പരിധി എന്ന് പറയുന്നത് ജനവാസ മേഖലയാണ്. വഴിയോരങ്ങളിലെല്ലാം തന്നെ വീടുകൾ, ആളുകൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയാണ്. അതുവഴി ഈ ആനയെ കാട്ടിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ദുഷ്കരമാണ്. കാരണം ഇപ്പോൾ തന്നെ ഈ മതിലിടിച്ചതിന്റെ ഭാഗമായി ആനയുടെ ശരീരത്തിൽ പല ഭാഗങ്ങളിലും മുറിവേറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ആന കിണറിൽ നിന്നും കരയ്ക്ക് എത്തിയാലും അക്രമാസക്തമാകാനുള്ള സാധ്യത ഏറെയാണ്. ഇപ്പോൾ ഇവിടെ തന്നെ ജനങ്ങൾ കൂടി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉദ്യോഗസ്ഥർ ജനങ്ങളെ ഇവിടെ സമീപത്തു നിന്നും മാറ്റി കയറ് കെട്ടി അല്പം ദൂരത്തേക്ക് മാറ്റി നിർത്തിയിരിക്കുകയാണ്. അപ്പോഴും ഇതിന്റെ ഒരു പ്രതിസന്ധി ഒരു മാറുന്നില്ല. കാരണം ഈ ആനയെ 3 കിലോമീറ്റർ താണ്ടി കാട്ടിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഏറെ ശ്രമകരമായ ദൗത്യമാണ്. അതുകൊണ്ട് തന്നെ ഈ മയക്കുവെടി ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകുമോ എന്ന കാര്യത്തിൽ ഒരു അറിയിപ്പ് കൃത്യമായി വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നും ലഭിക്കേണ്ടതുണ്ട്. നിലവിൽ പഞ്ചായത്ത് അധികൃതരും അതുപോലെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ചർച്ച നടത്തുകയാണ്. മയക്കുവെടി ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകണമെങ്കിൽ മുകളിൽ നിന്നും അനുമതി അടക്കം ലഭിക്കേണ്ടതുണ്ട്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ അടക്കം അനുമതി ഉൾപ്പെടെ ലഭിക്കേണ്ടതുണ്ട്. അത്തരം ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൃത്യമായൊരു അറിയിപ്പ്, ഒരു വിവരം ഉദ്യോഗസ്ഥരിൽ നിന്നും നിലവിലെ ഘട്ടത്തിൽ ലഭിച്ചിട്ടില്ല. എന്തായാലും നാട്ടുകാരുടെ ആവശ്യം അത് തന്നെയാണ്. മയക്കുവെടി വെച്ച് ആനയെ പിടികൂടി ഈ പ്രദേശത്തു നിന്നും ആനയെ നീക്കുക. കാരണം ഇനിയും തങ്ങളുടെ കൃഷിയും അതുപോലെ ജീവനും ഭീഷണിയാണ് ഈ ആന. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് ഇനി ഈ ആനയുടെ ശല്യം, ഉപദ്രവം ഇല്ലാത്ത നിലയിൽ ഈ പ്രദേശത്തു നിന്നും ആനയെ നീക്കണമെന്നതാണ് പ്രധാനമായും നാട്ടുകാരുടെ ആവശ്യം. അതുപോലെ തന്നെ നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, കുടിവെള്ള പ്രശ്നം രൂക്ഷമായി തുടരുന്ന ഘട്ടത്തിൽ ആകെയുള്ള ആശ്രയമായിരുന്ന കിണർ നശിച്ചതുമായി ബന്ധപ്പെട്ട് അതിന്റെ പുനരുദ്ധാരണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ, ഇത്തരം ആവശ്യങ്ങളാണ് പ്രധാനമായും നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ്. അതിന്റെ ഭാഗമായാണ് ഉദ്യോഗസ്ഥർ നാട്ടുകാരെ ഈ സമീപ പ്രദേശത്തു നിന്നും മാറ്റിയിരിക്കുന്നതും അതുപോലെ തന്നെ അപകട സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ആന വീണിരിക്കുന്ന കിണറിന്റെ സമീപ പ്രദേശത്തു നിന്നും നാട്ടുകാരെ ഇപ്പോൾ നിലവിൽ മാറ്റിയിരിക്കുന്നത്. നിലവിൽ നടക്കുന്ന ചർച്ചയ്ക്ക് ശേഷം ഏത് നിലയിലാകും വനംവകുപ്പിന്റെ നടപടി എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഒരു വിവരം ലഭിക്കുമെന്നാണ് കരുതുന്നത്. നികേഷ്, എറണാകുളം കോതമംഗലത്ത് കിണറ്റിൽ വീണ കാട്ടാനയെ രക്ഷിക്കാനുള്ള ശ്രമമാണ് തുടരുന്നത്. 2 മണിയോടുകയാണ്, പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ആന കിണറ്റിൽ വീണത്. കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടികൂടണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കിണറിൻ്റെ വശങ്ങൾ കുത്തിയിടിച്ച് ആന രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. പക്ഷേ രക്ഷപ്പെടാനുള്ള വഴിയൊരുക്കാൻ ആനയ്ക്ക് സാധിക്കുന്നില്ല. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഈ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടണമെന്ന ആവശ്യത്തോട് ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ആന
ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്നുണ്ട്, പക്ഷേ ഒന്നും പൂർണ്ണമാകുന്നില്ല എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ തുടർച്ചയായ ശ്രമങ്ങൾ ആന നടത്തുന്നുണ്ട് രക്ഷപ്പെടാനുള്ള. അതുകൊണ്ട് തന്നെ ശരീരത്തിൽ പലയിടങ്ങളിലായി മുറിവുണ്ടായിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് പ്രകോപനപരമായി പെരുമാറുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഏതായാലും വെള്ളവുമുണ്ട്, അതേസമയം തന്നെ കരയുമുണ്ട്, കിണറ്റിൻ്റെ കരയുമുണ്ട്. അപ്പോൾ രണ്ടും കൂടി എന്തൊക്കെ പ്രത്യാഘാതങ്ങളാണ് ആനയുടെ ശരീരത്തിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ളത് എന്നുള്ളത് ആനയെ പുറത്തെത്തിച്ചാൽ മാത്രമേ അറിയുള്ളൂ. മയക്കുവെടി വെക്കണം എന്നുള്ളതാണ് ജനങ്ങളുടെ ആവശ്യം.